ഇന്ത്യയുടെ 9 ഇരട്ടി ആളോഹരി വരുമാനമുള്ള ധനികമായ ഒരു സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ് സ്ലൊവാക്യ. 55 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് പ്രൈവറ്റൈസേഷൻ നടത്തിയിട്ടുണ്ട്. ബാങ്കിംഗ് സെക്ടർ ഏതാണ്ട് പൂർണ്ണമായും പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. ധാരാളം വിദേശ നിക്ഷേപങ്ങൾ ഇപ്പോൾ സ്ലൊവാക്യയിലേക്ക് ഒഴുകുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിലൊന്നായി സ്ലൊവാക്യ അറിയപ്പെടുന്നു. കൂടുതലും വാഹന നിർമ്മാണത്തിലാണ് സ്ലൊവാക്യയിൽ പുരോഗതിയുള്ളത്. 3 ലക്ഷത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ കാർ വ്യവസായവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നേടിയിട്ടുണ്ട്. പണ്ട് ചെക്കോസ്ലോവാക്യ എന്ന പേരിൽ ഉണ്ടായിരുന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോഴാണ് സ്ലൊവാക്യ ഉണ്ടായത്. തിരക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആരും സ്ലൊവാക്യയിൽ വരാറില്ല. പ്രശാന്തസുന്ദരമായ ഒരു വെക്കേഷൻ അതാണ് സ്ലൊവാക്യയിൽ ലഭിക്കുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ പഴയ ക്രിസ്ത്യൻ പള്ളികളും നല്ല ഭക്ഷണവും മലനിരകളിൽ ഹൈക്കിങ്ങിനും ട്രെക്കിങ്ങിനുമുള്ള സാധ്യതകളും തടാകക്കരയിൽ ടെന്റ് കെട്ടി താമസിക്കുവാനുള്ള അവസരവും വനത്തിലൂടെയുള്ള യാത്രയും ഇതൊക്കെയാണ് സ്ലൊവാക്യയിലെ വെക്കേഷൻ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി മാറ്റുന്നത്. എന്നാൽ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ നഗരത്തിൽ വൈബ്രൻ്റായ ഒരു നൈറ്റ് ലൈഫ് ഉണ്ട്. യൂറോപ്പിലെ പാർട്ടി ഡെസ്റ്റിനേഷനായി ബ്രാട്ടിസ്ലാവ നഗരം അറിയപ്പെടുന്നു. ചെറിയ രാജ്യമാണ്, ഉള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം. അതുകൊണ്ടാണ് നൈറ്റ് ലൈഫിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ആംസ്റ്റർഡാമായി മാറുവാൻ ബ്രാട്ടിസ്ലാവ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡാന്യൂബ് നദിക്കരയിലുള്ള ഒരു നഗരമാണ് ബ്രാട്ടിസ്ലാവ. അതുകൊണ്ട് വളരെ ഫോട്ടോജനിക് ആണ്. ഡാന്യൂബ് നദിയുടെ കരയിലാണ് കൂടുതൽ റിസോർട്ടുകളും പണിതുയർത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസത്തിനെതിരായി വിപ്ലവം നടത്തിയത് ചെക്കോസ്ലോവാക്യക്കാരാണ്. പ്രാഗ് വസന്തം എന്ന് ഇത് അറിയപ്പെടുന്നു. അതിനുശേഷം രാജ്യത്തിൻ്റെ പേരിന് മധ്യത്തിൽ ഒരു ഹൈഫൺ ഉപയോഗിക്കണമെന്നും ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്നതിന് പകരം ചെക്കോ സ്ലോവാക്യ എന്ന് പറഞ്ഞ് തങ്ങളുടെ സംസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം വേണമെന്നും സ്ലോവാക്യക്കാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ സാധ്യമല്ല എന്ന് ചെക്ക് വിഭാഗക്കാർ അഭിപ്രായപ്പെട്ടതോടുകൂടി രാജ്യത്തിൽ വമ്പിച്ച ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. ചെക്ക് വംശജരായ ആളുകൾ കൂടുതൽ നിരീശ്വരവാദികളും സ്ലോവാക്ക് വംശജരായ ആളുകൾ കൂടുതൽ ക്രൈസ്തവരും ആയതുകൊണ്ട് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ പ്രകടമാവുകയും വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു. അധികം താമസിയാതെ രണ്ട് വിഭാഗക്കാരും ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സൗഹാർദ്ദപരമായി രാജ്യം വിഭജിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. യാതൊരു ശത്രുതയുമില്ലാതെ ഒരു തുള്ളി ചോര പോലും വീഴാതെയാണ് ചെക്കോസ്ലോവാക്യ 2 രാജ്യങ്ങളായി മാറിയത്. അതുകൊണ്ട് ഈ വിവാഹമോചനത്തെ വെൽവെറ്റ് ഡൈവോഴ്സ് എന്ന് പറയുന്നു. രാജ്യം വിഭജിച്ച ശേഷവും യാതൊരു തരത്തിലുള്ള യുദ്ധങ്ങളോ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടില്ല. സ്ലൊവാക്യയ്ക്ക് നാറ്റോയിൽ മെമ്പർഷിപ്പ് കിട്ടി. അതുപോലെ യൂറോപ്യൻ യൂണിയനിലും മെമ്പർഷിപ്പ് കിട്ടി. വമ്പിച്ച സാമ്പത്തിക വളർച്ചയുണ്ടായത് അടുത്ത കാലത്താണ്. രാജ്യത്തിൻ്റെ കറൻസി ഇപ്പോൾ യൂറോ ആണ്. മനോഹരമായ കോഫി ഷോപ്പുകളും ഊർജ്ജസ്വലമായ അന്തരീക്ഷവും ബ്രാട്ടിസ്ലാവ നഗരത്തെ യൂറോപ്പിൻ്റെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. സ്ലൊവാക്യയിൽ കൂടുതലും ക്രിസ്തുമത വിശ്വാസികളാണ്. 5000-ഓളം മുസ്ലിങ്ങൾ സ്ലൊവാക്യയിൽ താമസിക്കുന്നുണ്ട്. എങ്കിലും ഒരു പള്ളി പോലും എടുക്കുവാൻ അനുവാദം ലഭിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ മുസ്ലിം പള്ളിയില്ലാത്ത ഏക രാജ്യമായി സ്ലൊവാക്യ അറിയപ്പെടുന്നു. അത്ര ശക്തമാണ് ഇവിടുത്തെ ഇസ്ലാമോഫോബിയ. ഇസ്ലാം മതത്തെ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എങ്കിലും ഇവിടെ താമസിക്കുന്ന 5000-ഓളം വരുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല. അവർ വീടുകളിൽ വെച്ച് രഹസ്യമായി നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്നു. സ്ലൊവാക്യയിലെ ജനങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുടെ കാറുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. കൈ കാണിച്ചാൽ എല്ലാ കാറുകളും നിർത്തും. ഹിച്ച് ഹൈക്കിംഗ് എന്നാണ് ഈ തരത്തിലുള്ള യാത്രക്ക് പേര് പറയുന്നത്. കുറ്റകൃത്യങ്ങൾ കുറവുള്ള ഒരു രാജ്യമായതുകൊണ്ട് പരിചയമില്ലാത്തവരെ കാറിൽ കയറ്റാൻ മോട്ടോറിസ്റ്റുകൾക്ക് പേടിയുമില്ല. ബ്രാട്ടിസ്ലാവ നഗരത്തിലെ ഗോവിന്ദ റെസ്റ്റോറൻറ്റ് ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ നടത്തുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ പണ്ടുകാലത്ത് റഷ്യൻ രഹസ്യ പോലീസായ KGBയുടെ ക്രൂരതകൾ ഓർമ്മിപ്പിക്കുന്ന KGB റെസ്റ്റോറൻറ്റ് ഇപ്പോൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വപ്നത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. മികച്ച താമസ സൗകര്യവും ബ്രാട്ടിസ്ലാവ നഗരത്തിൽ ലഭിക്കും. പാഷ്യോ ഹോസ്റ്റൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും അടുത്താണ്. ഡോർമിറ്ററികളും പ്രൈവറ്റ് മുറികളും ഇവിടെയുണ്ട്. സൗജന്യമായ ഇൻ്റർനെറ്റും പാർക്കിംഗ് സൗകര്യവും വസ്ത്രങ്ങൾ അലക്കുവാനുള്ള സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 11 യൂറോ മുതൽ മുകളിലോട്ടാണ് ഇവിടുത്തെ നിരക്കുകൾ. അതുപോലെ ഡൗൺ ടൗൺ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ ഡോർമിറ്ററി ബെഡുകളും ഡബിൾ റൂമുകളും കൊടുക്കുന്നു.
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 18 മിനിറ്റ് മാത്രം നടന്നാൽ ഡൗൺ ടൗൺ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലിൽ എത്തിച്ചേരാൻ പറ്റും. ഒരു രാത്രി കഴിയാൻ ഇവിടെ €12 മുതൽ മേലോട്ട് കൊടുക്കേണ്ടി വരും.